ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് കുംഭമാസത്തിലെ പൂയം. പ്രസിദ്ധമായ ഗുരുവായൂരിലെ ഉത്സവം ആരംഭിച്ച ദിനം. രാവിലെ ആനയില്ല ശീവേലി നടത്തുന്നു. ഉച്ച കഴിഞ്ഞ് ആനയോട്ടമാണ്. പണ്ട് കൊടുങ്ങല്ലൂർ തൃക്കണ്ണ മതിലകത്ത് നിന്നാണ് ഗുരുവായൂരിൽ ഉത്സവത്തിന് ആനയെ നൽകിയിരുന്നത്. എന്നാൽ ഒരിക്കൽ ഉത്സവത്തിന് ആനയെ നൽകാതിരുന്നതിനാൽ ആനയില്ല ശീവേലി നടത്തേണ്ടി വന്നു. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ആനയില്ല ശീവേലി. എന്നാൽ ഉച്ചയോടെ തൃക്കണ്ണ മതിലകത്ത് നിന്ന് ആനകൾ കൂട്ടത്തോടെ ഗുരുവായൂരിലേക്ക് ഓടിയെത്തി. ഈ ഐതിഹ്യത്തിൻ്റെ അനുസ്മരണമാണ് ആനയോട്ടം. ആനയോട്ടം കഴിഞ്ഞാൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയേറുന്നു. നിരവധി വിശേഷ ആചാര അനുഷ്ഠാനങ്ങളോടെ നടത്തപ്പെടുന്ന ഉത്സവം 10ാം നാൾ രുദ്രതീർത്ഥ കുളത്തിൽ നടത്തുന്ന ആറാട്ടോടെ അവസാനിക്കുന്നു. ഈ മഹോത്സവത്തിൻ്റെ ആരംഭത്തിൽ ഭക്തി നിർഭരമായി നമുക്ക് തെളിയിക്കാം ഇന്നത്തെ സന്ധ്യാദീപം. ഏവർക്കും സ്വാഗതം. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. ആരാധനയും കലയും തമ്മിൽ അഭേദ്യമായ വിധം ബന്ധപ്പെട്ട് കിടക്കുന്നു. അത്തരം കലകളുടെ ശ്രേണിയിൽ ഒന്നാണ് തോറ്റംപാട്ട്. തോറ്റുക അഥവാ ജീവൻ വയ്പ്പിക്കുക എന്ന വാക്കിൽ നിന്നാണ് തോറ്റംപാട്ടെന്ന പേര് രൂപപ്പെട്ടത്. ഉത്തര കേരളത്തിലെ തെയ്യങ്ങൾക്കുമുണ്ട് തോറ്റങ്ങൾ. എന്നാൽ ദക്ഷിണ കേരളത്തിലെ തോറ്റംപാട്ടുകൾ ഇതിൽ നിന്നും ഭിന്നമാണ്. 3000 പണം വില പിടിക്കും 2 കാൽ ചിലമ്പ്. ദക്ഷിണ കേരളത്തിലെ തോറ്റംപാട്ടുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒന്നാണ് ഭദ്രകാളിപ്പാട്ട് അഥവാ കണ്ണകി ചരിതം. അതിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നടത്തുന്ന തോറ്റംപാട്ടുകളിൽ ശൈലിയുടെ കാര്യത്തിൽ ധാരാളം ഭിന്നതകൾ നമുക്ക് കാണാം. ആറ്റുകാൽ ക്ഷേത്രോത്സവത്തിന് കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ ഉടൻ തോറ്റംപാട്ട് ആരംഭിക്കുകയായി. 1ാം ദിവസം കുടിയിരുത്തും അവതാര കഥയും ഒക്കെയാവും പാടുക. തുടർന്ന് ദേവിയുടെ ബാല്യവും വിവാഹ ഒരുക്കങ്ങളും മറ്റുമാകും കഥാഭാഗം. 3ാം ദിവസം ദേവിയുടെ വിവാഹമാണ് വർണ്ണിക്കുക. ഇതിനെ മാലപ്പുറം പാട്ട് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും പാടുന്ന കഥകൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പ്രകാരമാണ് നീങ്ങുക. 7ാം ദിവസം എത്തുമ്പോഴേക്കും പാണ്ഡ്യനാൽ വധിക്കപ്പെട്ട ഭർത്താവിനെ ദേവി തോറ്റിയെടുക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണ്ണപ്പണിക്കാരന്റെ വധവും പാണ്ഡ്യരാജാവിന്റെ വധവും മധുരാദഹനവുമെല്ലാം ഉൾപ്പെട്ടിരിക്കും. 10ാം ദിവസം പിണിപ്പാട്ടോടെയാണ് തോറ്റംപാട്ട് അവസാനിക്കുക. ഉത്സവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപാകതകളോ അനിഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ പാടി അകറ്റി നിറവിനെ ആവാഹിക്കുന്ന പ്രക്രിയയാണിത്. തോറ്റംപാട്ട് വ്രതശുദ്ധിയോടെ അഭ്യസിക്കുന്ന ഒരു കലയാണ്. എഴുതി പഠിക്കാതെ വായ്മൊഴിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അനുഷ്ഠാന കല കൂടിയാണിത്. ക്ഷേത്രത്തിന് മുൻവശത്ത് ഓല കൊണ്ട് സർപ്പഭണത്തിന്റെ ആകൃതിയിൽ നിർമ്മിക്കുന്ന പാട്ടുപുര എന്ന പന്തലിലിരുന്നാണ് ഇത് പാടുക. കുഴിത്താളം മാത്രമാണ് ഇതിനുപയോഗിക്കുന്ന വാദ്യം. പഴയകാല ജീവിത രീതിയുടെ പ്രത്യേകതകൾ, വിവാഹ ഒരുക്കങ്ങൾ, ആരാധനാ രീതികൾ, ഭരണരംഗത്തെ അനാവശ്യ സ്വാധീനങ്ങൾ, അധികാരത്തിന്റെ ഡംഭ്, ഉപജാപം, ചതി, പ്രതികാരം എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭാവങ്ങൾ വായ്മൊഴിപ്പാട്ടിന്റെ ഭംഗിയിലും കരുത്തിലും ആവിഷ്കരിക്കുന്ന അനുഷ്ഠാനമാണ് തോറ്റംപാട്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ തോറ്റംപാട്ട് ഒരവകാശം എന്ന നിലയ്ക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ പതിറ്റാണ്ടുകളായി അവതരിപ്പിച്ചു വരുന്നത് ഒരേ ആൾക്കാർ തന്നെയാണ്. വിവിധ തോറ്റംപാട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആറ്റുകാൽ തോറ്റത്തിന് തനതായ ഒരു ശൈലി തന്നെയുണ്ടെന്ന് കാണാം. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. ഉത്സവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതപ്പെടുന്ന രീതിയാണ് അങ്കുരാതി. മുളയിട്ട് കൊടിയേറുന്ന രീതിയാണിത്. കൊടിയേറ്റത്തിന് മുൻപ് നടത്തുന്ന ചടങ്ങാണ് മുളയിടൽ. ചുറ്റമ്പലത്തിലെ ഈശാന കോണിൽ ചുവട്ടിൽ സുഷിരമുള്ള മരത്തിൻ്റെയോ മണ്ണിൻ്റെയോ പാത്രങ്ങൾ നിരത്തി മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവയിട്ട് നവഗ്രഹങ്ങളെയും അഷ്ടദിക്പാലകരെയും പ്രതിനിധീകരിക്കുന്ന ധാന്യങ്ങൾ പാലിൽ കഴുകിയിട്ട് മുളപ്പിക്കുന്ന ചടങ്ങാണ് മുളയിടൽ. ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങളാണ് ധാന്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവ മുളപ്പിക്കുന്നത് അവിടെ വിവിധ ദേവീദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടാക്കുന്നു എന്നാണ് വിശ്വാസം.
ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര കാട്ടാക്കട റൂട്ടിൽ മാറനല്ലൂർ നിന്നും 2 കിലോമീറ്റർ മാറി അരുവിക്കര എന്ന പ്രകൃതി രമണീയമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് അരുവിക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവ് പ്രഭ സത്യക സമേതനായും പൂർണ്ണ പുഷ്കല സമേതനായും ആരാധിക്കപ്പെടുന്നു. ആൽത്തറകളും കാവുകളും ഒക്കെയായിരുന്നു പഴയകാലത്തെ ആരാധനാ സ്ഥാനങ്ങൾ എന്നതിനാൽ പ്രൗഢഗംഭീരമായ ആദിശാസ്താ ക്ഷേത്രങ്ങൾ കേരളത്തിൽ കുറവാണ്. ഭാരതത്തിലുടനീളം ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഉദയം ചെയ്ത കാലത്ത് തന്നെ ഭാരതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള നദിയായ നെയ്യാറിന്റെ തീരത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം എന്ന നിലയിലും ഭാരതത്തിലെ തന്നെ അതിപ്രാചീനമായ ക്ഷേത്രം എന്ന നിലയിലും പ്രാധാന്യമർഹിക്കുന്ന പുണ്യക്ഷേത്രമാണ് അരുവിക്കര ധർമ്മശാസ്താ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ ആരാധനാലയം പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലും സംരക്ഷണത്തിലുമാണ്. ഈ ക്ഷേത്രം ഏകദേശം 2000 വർഷത്തിലധികം കാലപ്പഴക്കമുള്ളതും കേരള പുരാവസ്തു വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ളതുമായ ഒരു മഹാക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവിധാനം ബഹുവേരക്രിയാ സമ്പ്രദായത്തിലുള്ളതും ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിലുമാണ്. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗം ഗജപൃഷ്ഠാകൃതിയിലുള്ളതാണ്. പൂർണ്ണയ്ക്കും പുഷ്കലയ്ക്കും മധ്യേ ശാസ്താവ് വിരാജിക്കുന്ന ക്ഷേത്രമാണിത്. ജാതിഭേദ വിചാര മലിനത മതിയിൽ മായേണം, മാലയിട്ടവർ സ്വാമി തൻ പ്രതിരൂപമായേണം. ഒരു പൗരാണിക ക്ഷേത്രം എന്നതിലുപരി നിരവധി പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. അഗസ്ത്യാർ കൂടത്തിൽ അഗസ്ത്യമുനിയുടെ യാഗഭൂമിയിലെ നെയ്ഭരണിയിൽ നിന്നും വാർന്നൊഴുകിയ നെയ്യാറ് പടിഞ്ഞാറ് ദിശ നോക്കി സഞ്ചരിച്ച് ഈ ക്ഷേത്രസന്നിധിയിലെത്തി മോക്ഷപ്രാപ്തയായി തെക്കോട്ട് ഒഴുകുന്നത് നമുക്ക് കാണാം. നദീതീരത്തെ കഠിനശിലകളുടെ പരന്ന പ്രതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം നദിക്കക്കരെ നിന്ന് നോക്കിയാൽ ഒരു ശിലാതുരത്തിൽ നിലനിൽക്കുന്നത് പോലെ തോന്നും. ശ്രീകോവിൽ മിനുക്കിയൊരുക്കിയ വലിയ ശിലാഖണ്ഡങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നു. താഴെ അടിത്തറയ്ക്ക് മുകളിലുള്ള ഭാഗം ശില്പകലയുടെ ഒരു വിഭിന്നമായ സങ്കേതം വിളംബരം ചെയ്യുന്നു. ചുവര് ആരംഭിക്കുന്നിടത്ത് വ്യാളിമുഖങ്ങളടക്കമുള്ള ശിലാശില്പമാലയാണ്. അതിന് താഴെയാകട്ടെ വിഭിന്നങ്ങളായ മൃഗങ്ങളുടെ ശില്പങ്ങളാണ്. ഇതര ക്ഷേത്രശില്പങ്ങൾ പുരാണ മുഹൂർത്തങ്ങളുടെയും മനുഷ്യവികാരങ്ങളുടെയും ആലേഖനമാണെങ്കിൽ ഇവിടുത്തെ ശില്പങ്ങൾ നിഷ്കളങ്കത മുഖമുദ്രയാക്കിയ മൃഗസമൂഹത്തിൻ്റെതാണ്. ഇത്തരം ശില്പങ്ങൾ മറ്റൊരു ക്ഷേത്രത്തിലും കാണാനാവും എന്ന് തോന്നുന്നില്ല. സാധാരണ ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലുകൾ ചതുരാകൃതിയിലുള്ളതോ വൃത്താകൃതിയിലുള്ളതോ ആവുകയാണ് പതിവ്. എന്നാൽ ഇവിടുത്തെ ശ്രീകോവിൽ നിർമ്മിതിക്ക് അത്യപൂർവമായ ഗജപൃഷ്ഠ മാതൃകയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീകോവിലിനുള്ളിൽ പൂർണ്ണ പുഷ്കല സമേതനായി കിഴക്കോട്ട് ദർശനം ചെയ്ത് ശ്രീ ധർമ്മശാസ്താവ് കുടികൊള്ളുന്നു. ഏതാണ്ട് 6 അടി അടുപ്പിച്ചുയരമുള്ളതാണ് ധർമ്മശാസ്താ പ്രതിഷ്ഠ. അധികം ഉയരക്കുറവിലല്ലാതെ തന്നെയാണ് പൂർണ്ണ പുഷ്കല പ്രതിഷ്ഠകളും. സ്വയംഭൂശിലകളല്ലാത്ത പ്രതിഷ്ഠകൾ സാധാരണയായി ശ്രീകോവിൽ നിർമ്മിച്ചിട്ടാണ് പ്രതിഷ്ഠിക്കുക. ഇവിടെ ശാസ്താവിന്റെ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷമാണ് ശ്രീകോവിൽ നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം. പുരാതന കാലത്ത് ശാസ്താവിന് സമീപം ഗണപതിയെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നതിനാൽ ആ പ്രതിഷ്ഠ ഇന്നും ശ്രീകോവിലിൽ വച്ച് തന്നെ ആരാധിക്കുന്നു. പുനരൊരു ദീർഘസമാധിയിൽ നിന്നും മണികണ്ഠ സ്വാമി ഉണർന്നു. ബഹുവേരാക്രിയ സമ്പ്രദായത്തിലുള്ള ആരാധനയാണ് ഇവിടെ. ആരാധന നടത്തുന്ന രീതിയിലുമുണ്ട് പ്രത്യേകതകൾ. ഗർഭഗൃഹത്തിൽ നിന്നും ദേവനെ പുറത്തെ കണ്ണാടി പ്രതിഷ്ഠയിലേക്ക് ആവാഹിച്ച് അഭിഷേകം, പൂജ എന്നിവ ചെയ്ത് തൃപ്തിപ്പെടുത്തിയ ശേഷം
വീണ്ടും മുഖ്യ വിഗ്രഹത്തിലേക്ക് ലയിപ്പിക്കുന്നു. നടന്ന് പൂജിക്കുക എന്ന് വിശേഷിപ്പിക്കാവുന്ന സമ്പ്രദായമാണിത്. ബഹുവരക്രിയാ സമ്പ്രദായം എന്ന് വെച്ചാൽ ഒരു ശ്രീകോവിലിനകത്തിൽ തന്നെ ഒന്നിലധികം വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്ന ക്ഷേത്രമാണ്. അതേപോലെ ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ പാഠവുമുള്ള ഋഷീശ്വരന്മാർ നിർമ്മിതമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിനകത്തിൽ അന്ന് അവർ വിഗ്രഹം വെച്ചതിന് ശേഷം ക്ഷേത്രം പണിത ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. അലയും മലയും കാടും മേടും നീലപ്പട്ടുകളണിഞ്ഞു. അലയും മലയും കാടും മേടും നീലപ്പട്ടുകളണിഞ്ഞു. ശാസ്താക്ഷേത്രത്തിന്റെ തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിക്കപ്പെട്ട കൃഷ്ണശിലയിലെ വിഷ്ണു ക്ഷേത്രവും ഈ അങ്കണത്തിൽ കാണാം. പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്ന വിഷ്ണു ഉഗ്രമൂർത്തിയാണ്. ശാസ്താക്ഷേത്രത്തിന് 2100 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പുരാവസ്തു വകുപ്പിന്റെ കണ്ടെത്തൽ. ഇത്ര തന്നെ പഴക്കമുള്ള പ്രതിഷ്ഠയാണ് മഹാവിഷ്ണുവിന്റേതും. ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഒന്ന് ഉമാമഹേശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ എന്നിവരെയും പ്രത്യേകം പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നു. നൽപൂങ്കാവും ചിൽപ്പൂങ്കാറ്റും കർപ്പൂരാരതി ഒഴിഞ്ഞു. കേരളത്തിലെ പല പ്രാചീന ക്ഷേത്രങ്ങളിലും അന്തർഭാഗത്തു നിന്നും ആരംഭിക്കുന്ന ഗുഹാപാതകൾ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. നൂറ്റാണ്ടുകളായി ഉപയോഗിക്കാതെ അവ അടഞ്ഞും നശിച്ചും പോയി. അത്തരത്തിലൊരു ഗുഹ ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്നും ആരംഭിച്ച് നെയ്യാറിനക്കരെയുള്ള ശാസ്താംപാറയിൽ അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശാസ്താംപാറയിലെ ഗുഹാ കവാടം അടച്ച നിലയിലാണ് ഇന്ന്. അത് പണ്ട് മഹർഷീശ്വരന്മാർ, യോഗീശ്വരന്മാർ ജപധ്യാനങ്ങൾക്കും മറ്റും ഈ ക്ഷേത്രത്തിലെ സമീപത്തുള്ള നെയ്യാറ് മറികടന്ന് ക്ഷേത്രത്തിന് മറുവശത്തുള്ള തപോവനത്തിൽ പോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാകാം എന്നാണ് സങ്കല്പം. അതിപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകൾ ശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്ഷേത്രത്തിന് സമീപമുള്ള പാറയിലെ പ്രാചീന ശിലാലിഖിതങ്ങൾ ക്ഷേത്രത്തിന്റെ പ്രാചീനത വിളിച്ചോതുന്ന ഘടകമാണ്. മീനമാസത്തിലെ പൈങ്കുനി ഉത്രത്തോടനുബന്ധിച്ചാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ശനിയാഴ്ചകളിലെ നീരാഞ്ജനം, വ്യാഴാഴ്ച ദിവസങ്ങളിലെ വിഷ്ണുപൂജ എന്നിവയ്ക്കായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. എന്നും ബലികർമ്മങ്ങൾ നടത്താൻ ഇവിടെ സൗകര്യമുണ്ട്. കർക്കിടകത്തിലെ കറുത്ത വാവിന് ബലി, തിലഹോമം എന്നിവയ്ക്കായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ പുണ്യതീർത്ഥത്തിൽ എത്തുന്നു. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് പിതൃതർപ്പണം ചെയ്യാനെത്തുന്നത്. കൂടാതെ ഈ എല്ലാ ദിവസവും ഇവിടെ നിത്യബലിയുണ്ട്. രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് എല്ലാ ദിവസത്തെ ബലിക്ക്. പിന്നെ കർക്കിടക വാവിന് പിതൃതർപ്പണം തിരുവല്ല മൈവാടി മഠത്തിൽ ശ്രീ സുരേഷ് കുമാർ ഇളയതിൻ്റെ കാർമ്മികത്വത്തിലാണ് ഇവിടെ നടത്തി വരുന്നത്. ശരണാർത്ഥികളെ കുളിർച്ചാർത്തിയിടും നറുനൈഗന്ധം വഴിഞ്ഞു. പൂർണ്ണതയുടെയും നിറവിന്റെയും പ്രതീകങ്ങളായ ദേവതമാരുടെ മധ്യേ വിളങ്ങുന്ന ധർമ്മശാസ്താവിന്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുന്നത്. ശ്രീ ധർമ്മശാസ്താവിന്റെ അനുഗ്രഹം ഏവരിലും പടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്നിധിയിൽ നമുക്കും കൈകൂപ്പാം. ശ്രീഭൂതനാഥനേ ശരണം, ശ്രീനാഥഭൂതനേ ശരണം, വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. ശ്രീകൃഷ്ണൻ ഉദ്ധവർക്ക് നൽകുന്ന ഉപദേശത്തിൽ പ്രകൃതിയിലെ 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നു. അതിൽ ആദ്യം സൂചിപ്പിക്കുന്ന ഗുരു വായുവാണ്. സുഖദുഃഖ ചിന്തകളില്ലാതെ ചുറ്റിത്തിരിയുകയാണ് വായു. അതിൻ്റെ സഞ്ചാരം മറ്റുള്ളവർക്ക് സുഖം പകരുന്നു. ഒന്നിലും ആസക്തിയില്ലാതെയും അന്യന് ഗുണം പകരുന്ന തരത്തിലും ജീവിക്കുന്നവൻ മോക്ഷം പ്രാപിക്കും എന്ന ഉപദേശമാണ് വായുവിനെ ഉദാഹരിച്ച് കൃഷ്ണൻ ഉദ്ധവർക്കു നൽകുന്നത്. ഈ ഉപദേശത്തിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ജീവിക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.